ഒരു വാക്യം വായിക്കാൻ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 10-ാം വാക്യം. ശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു വാക്യമാണ്. ഒന്നുകൂടെ അത് വായിക്കാനും മറ്റൊരു ചിന്ത ഷെയർ ചെയ്യുവാനും ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിങ്ങനെയാ വായിക്കുന്നത്: നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു വാക്യം തന്നെയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ അതിൽ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്, വാചകമാണ്: നിന്റെ രാജ്യം വരണം, പിതാവേ നിന്റെ രാജ്യം വരണമേ, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ പ്രാർത്ഥന വിഷയം പറയുമ്പോൾ തന്നെ ഇത് ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ സ്വപ്നം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ അനാദികാലം മുതൽക്കുള്ള സ്വപ്നമാണ് അവിടുത്തെ രാജ്യം ഇവിടെ വരണമെന്ന്, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഒരു പ്രാർത്ഥനാ വാചകം പോലെ യേശു കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിച്ചെങ്കിലും തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലെ ഒരു സ്വപ്നമാണ് യേശു കർത്താവ് റിവീൽ ചെയ്യുന്നത് ഈ ഒരു പ്രാർത്ഥനാ വാചകത്തിലൂടെ. കാരണം അങ്ങനെയെങ്കിലും ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ, ശിഷ്യന്മാരുണ്ടാകട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് അതിന്റെ പിറകിൽ. സ്തോത്രം. നമുക്കറിയാം, ആദിമ കാലഘട്ടം ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം അനാദികാലം മുതൽ കണ്ട ഒരു ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമായിരുന്നു ദൈവത്തിന്റെ രാജ്യം വരണമെന്നും അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാണോ അതുപോലെ ഭൂമിയിൽ നടപ്പാക്കണമെന്ന്. പക്ഷെ അതിനുവേണ്ടി ദൈവം സൃഷ്ടിച്ച വ്യക്തിയാണ് ആദാമെങ്കിലും ആദാമിനെ പിശാചിന്റെ കെണിയിൽ വീണിട്ട്, അല്ലെങ്കിൽ ഹവ പിശാചിന്റെ കെണിയിൽ വീണ് ആദാമിനെ അതിലേക്ക് ഉൾപ്പെടുത്തിയ ശേഷം ആ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നിന്ന് നടക്കുവാൻ കഴിയാതെ മാറിപ്പോയൊരവസ്ഥ സംജാതമായി. അതിനെ തുടർന്ന് കർത്താവ് പല പ്രതീക്ഷ വെച്ചെങ്കിലും ഒടുവിൽ യേശു ക്രിസ്തു എന്ന ഏകജാതനായി പുത്രനിലൂടെ വീണ്ടും തിരിച്ചു പിടിച്ചു. ഹല്ലേലൂയ. വീണ്ടും ആ ദൈവത്തിന്റെ അവസ്ഥ വരുവാൻ തക്കമുള്ള കോസ്മോസ് ദൈവം ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ആദാമിന്റെ കാലത്ത് ദൈവം അത് ക്രിയേറ്റ് ചെയ്തെങ്കിലും പിശാചിന്റെ ചതിയിലൂടെ ആ ഒരു കോസ്മോസ് ഇവിടെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു തലം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് വാഴുവാനുള്ള, ദൈവം നമ്മളെ വാഴേൽപ്പിച്ചെങ്കിലും ആ വാഴുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ വീണുപോയത് കൊണ്ട്, മനുഷ്യൻ വീണുപോയത് കൊണ്ട് ദൈവത്തിന് അത് വീണ്ടും ഇവിടെ ചെയ്യുവാൻ കഴിഞ്ഞില്ല. പിശാചിന് അധീനതയിലായിപ്പോയി ലോകം. അതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യം വീണ്ടും സ്ഥാപിക്കാനുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായി അനേകരെ ദൈവം ഫോക്കസ് ചെയ്യുന്നത് സാധിക്കാതെ വന്നതോടുകൂടി ക്രിസ്തു എന്ന ഏകജാതനിലൂടെ ദൈവം തിരിച്ചു പിടിച്ചു. സ്തോത്രം. എന്നിട്ട് നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിലൂടെ നോക്കിക്കൊള്ളാൻ തുടങ്ങി. വീണ്ടും രാജ്യം ഇവിടെ സ്ഥാപിക്കുവാനുള്ള ദൈവത്തിന്റെ ആഗ്രഹം വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും നമുക്കതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ദൈവം ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്നുള്ള ഒരു ചിന്ത മാത്രമേ നമുക്ക് വരാറുള്ളൂ. നമ്മളൊരിക്കലും വിഷയം പ്രാർത്ഥിക്കാറില്ല. നമുക്ക് ഒരു മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നോ എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഇങ്ങനൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ദൈവം. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ദൈവത്തിന്റെ ആഗ്രഹം തന്റെ രാജ്യം തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഒരു വലിയൊരു ആഗ്രഹം വെളിപ്പെടുത്തുകയാണ് ദൈവം ഈ വാക്യത്തിലൂടെ. എനിക്ക് ആദ്യമൊന്നും അങ്ങനെ മനസ്സിലായിട്ടില്ല, പിന്നീട് അത് മനസ്സിലാവുന്നത് കർത്താവിന്റെ ആഗ്രഹം പറയുക ഇഷ്ടമാണ്. എന്റെ ഇഷ്ടം ഇതാണ്, എന്റെ താല്പര്യം ഇതാണ്, ഞാൻ എന്തിനാണ് വന്നത്, ഞാൻ എന്താണ് എന്റെ ഉദ്ദേശം മനുഷ്യനെ കുറിച്ചുള്ള, അതൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക ഒരൊറ്റ വാചകത്തിൽ. സ്തോത്രം. അപ്പോ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ കുറിച്ചുള്ള എന്താണ്? ദൈവത്തിന്റെ രാജ്യം ഇവിടെ വരയണമേ എന്നുള്ള ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാകണം. അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഉണ്ടാകണമേ എന്നുള്ള ഒരു ആഗ്രഹം, അതിനുവേണ്ടി കണ്ടിരിക്കുന്ന ദൈവത്തിന് അതിനുവേണ്ടി ആ അസൈൻമെന്റ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു ആഗ്രഹം നടപ്പിലാക്കുവാൻ ദൈവം അയച്ചിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തർ. സ്തോത്രം. ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കുവാൻ, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ ഭൂമിയിൽ ആകുന്നതിന് അതിവിടെ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുവാനുള്ള ഏജൻസ് ആണ് നമ്മളെല്ലാവരും. പലപ്പോഴും നമുക്കിത് അറിഞ്ഞുകൂടാ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതിനെക്കുറിച്ച് കുറച്ച് വേവലാതിപ്പെടുക, കുറച്ച് വിചാരപ്പെടുക, ദൈവത്തിന് കരയുക, പ്രാർത്ഥിക്കുക, സുവിശേഷം അറിയിക്കുക എന്നുള്ളത് കവിഞ്ഞിട്ട് പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം ഇവിടെ നടപ്പിലാക്കുവാനുള്ള ഉത്തരവാദിത്വം എന്ത് നിശബ്ദമാണെന്നുള്ളത് പലപ്പോഴും നമുക്കൊരു ബോധ്യമില്ല. നമുക്കത് വേണ്ടെന്നല്ല, നമുക്ക് വേണം, പക്ഷെ നമുക്ക് ആ തിരിച്ചറിവ് പലപ്പോഴും വരാറോ എന്നുള്ള വാസ്തവം. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ വരാറേ ഇല്ല. നമ്മുടെ കുറ്റമല്ലത്, നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ഇവിടെ നടപ്പിലാക്കുന്ന ഏജൻസ് ആണ് നമ്മൾ. നമുക്കുള്ള അസൈൻമെന്റ് ആണത്, നമ്മുടെ ഉത്തരവാദിത്വമാണത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ ദൈവം ഇവിടെ രാജാവായിരിക്കുന്നു. അവിടെ എന്തൊക്കെ സംഭവിക്കുമോ അത് ഹല്ലേലൂയ, അതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ. വചനം പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ സന്തോഷം എന്ന് പറയുന്നുണ്ട്. ഓഫ് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അത് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പക്ഷേ നമ്മളെ പിശാച് ചതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ
ഈ ലോകത്തിലെ വിഷയങ്ങളെ നമ്മളെ അധികമായി ചിന്തിപ്പിച്ച് വിചാരപ്പെടുത്തി നമ്മൾ അതിലേക്ക് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യിപ്പിച്ച് നമ്മളെ അതിലേക്ക് ഇങ്ങനെ നമ്മളുടെ അതിങ്ങനെ എന്താ പറയുക, ഓരോ നിമിഷങ്ങളിലും അതിന്റെ അതിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനെ ഓർത്ത് കരയാനും ഒക്കെ നമ്മളെ ഇങ്ങനെ പിശാചിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രൈമറി ഫോക്കസ് അതിലേക്കായിരിക്കരുത്. ഓഫ് കോഴ്സ് നമുക്ക് വിഷയങ്ങളുണ്ട്, നമുക്ക് അതിനകത്ത് പ്രാർത്ഥിക്കണം, ടെൻഷനൊക്കെ ഉണ്ടാവും, സാരം. പക്ഷെ അതിനെ ഓർത്ത് വിചാരപ്പെട്ടിരിക്കാനല്ല, മറിച്ച് ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കുന്നതിന് ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചുള്ള തിരിച്ചറിവിൽ അതിനുവേണ്ടി അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കാനെങ്കിലും ആഗ്രഹിക്കാനെങ്കിലും ഉള്ള ഒരു തിരിച്ചറിവ് ദിവസം നമ്മൾ ഉണ്ടാകട്ടെ. സ്തോത്രം. നമ്മളെ കർത്താവിന്റെ പ്ലാൻ അതാണ്, ദൈവത്തിന്റെ ഇഷ്ടം അതാണ്. അതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് പറയുന്നത് ക്രിസ്തുവിനെ പോലെയാണോ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അസൈൻമെന്റ് നമ്മളെ ഏൽപ്പിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ക്രിസ്തുവിനെ പോലെ ഉള്ള ഹല്ലേലൂയ ഒരു വ്യക്തിയായി മാറണമെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളായിരുന്നു യേശു കർത്താവ്. പലപ്പോഴും നമ്മൾ ഇന്നലെ വീണ്ടും വാക്കുകൾ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ കേട്ടതുപോലെ പലപ്പോഴും നമ്മൾ ഒരു വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, റിസൾട്ട് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് മാത്രമേ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൽ ചില ആഗ്രഹമുണ്ട്, ഇങ്ങനെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ പോകണം. പലപ്പോഴും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമ്മളതെല്ലാം കഴിഞ്ഞ് കുറച്ചതിൽ നമ്മുടെ ഇഷ്ടം ആഗ്രഹം നടക്കത്തില്ല എന്നൊരു വഴിയിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവം അവിടത്തേക്ക് നടക്കട്ടെ എന്ന് നമ്മൾ പറയുന്നത്. പലപ്പോഴും നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴും, കൂടാതെ നമ്മുടെ ഇഷ്ടം നടക്കത്തില്ല എന്ന തോന്നലൊക്കെ ഉണ്ടാകുമ്പോഴും, എപ്പോഴും അല്ല, മോസ്റ്റ് ഓഫ് ദി ടൈം അതാ ഞാൻ പറയുന്നത്, നമ്മൾ കർത്താവെ അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നുള്ള ഒരു ചിന്തയല്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അപ്രകാരം നടക്കുവാനുള്ള ആഗ്രഹം നമ്മൾ ഉണ്ടാകട്ടെ. സ്തോത്രം. അതാണ് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളിൽ ഒന്ന് പറയുന്നത്. ദൈവം എവിടെ രാജാവായിരിക്കുന്നു അവിടെ എന്ത് സംഭവിക്കുന്നു അത് സംഭവിക്കട്ടെ എന്നുള്ള ഒരു തിരിച്ചറിവ്. ഈ ദിവസങ്ങളിൽ ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുക, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലേക്ക് ആക്കുവാനുള്ള അസൈൻമെന്റ് ഏൽപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ ഏജൻസ് ആണ് നാം ഓരോരുത്തർ. അത് തിരിച്ചറിവിൽ അപ്രകാരമുള്ള ഒരു ബോധ്യത്തിൽ നമുക്ക് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് മുന്നോട്ട് നയിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ ഈ വാക്കുകളെ സഹായിക്കട്ടെ.